ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നമ്മൾ റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ കുറേ ഡേഞ്ചർ ആയിട്ട് പറയാം. അതായത് നമ്മുടെ എന്താണ് യെസ് ഞാൻ അതായത് ഭയങ്കര നല്ല ഹൈ ലെവലിലുള്ള ആളുകളൊക്കെയാണ് ഇതിൽ അതിൽ വന്നത്. എന്താണ് ഫയലിന്റെ പേര്? അപ്പോൾ നല്ല ഹൈ ലെവലിലുള്ള ആളുകളൊക്കെയാണ് ഇതിന്റെ. ഇപ്പൊ ട്രംപ് പോലത്തെ ആളുകളൊക്കെയാണ് ഈ ഫയലിലുള്ളത്, മൈക്കിൾ ജാക്സൺ. അപ്പോൾ ഇതെന്താ സംഭവം? നമ്മുടെ മോദി, നമ്മുടെ ഇന്ത്യയിൽ പറയപ്പെടുന്നുണ്ട്, ക്ലിയർ ഇല്ലാത്ത പറച്ചിലാണൊക്കെ വരുന്നത്. പക്ഷെ എന്താ സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന് ആളെ കുറിച്ചാണ്. കാരണം അയാൾ പേര് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാൾ പേര്. അയാൾ വലിയ ധനികനാണ്. ധനികനായതുകൊണ്ട് തന്നെ അയാളെ പൊളിറ്റീഷ്യനല്ല, അയാൾ വലിയ ധനികനാണ്. ഈ സെക്സ് ട്രാഫിക് ഒക്കെ നടത്തുന്ന ഒരാളാണ്. അയാൾ അതിലൂടെയാണ് ക്യാഷ് ഒക്കെ ഉണ്ടാക്കിയതാണ് പറയപ്പെടുന്നത്. ഈ സെക്സ് ട്രാഫിക്കിലൂടെയാണ് അയാൾ ക്യാഷ് ഉണ്ടാക്കി. അയാൾ അതിലൂടെ അയാൾ പെട്ടെന്ന് വലിയ പൈസക്കാരനായെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ വലിയ പൈസക്കാരനായതുകൊണ്ട് തന്നെയാണ് എന്താണ് നടക്കുന്ന സംഭവം. വലിയ പൈസക്കാരനായതുകൊണ്ട് തന്നെ അയാളുടെ ഫുള്ള് പൊളിറ്റീഷ്യൻ, വലിയ പൊളിറ്റീഷ്യൻ ലീഡർമാരും ഓരോ അയാൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഓരാണ്. ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിരുന്നല്ലോ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒക്കെ ഫോട്ടോ കണ്ടപ്പോഴാണ്. കണ്ണും വിരലുകളോ ഇതൊക്കെ കണങ്ങുള്ളൂ. പക്ഷെ അയാൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നല്ല, അതിനൊരു തെളിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരെ എപ്സ്റ്റീൻ ഐലൻഡിന്റെ ഫയലില് അവരൊക്കെ എന്താണ് ഫയലിന്റെ പേര്? എപ്സ്റ്റീൻ പറഞ്ഞ ഇയാളെ പേരല്ലേ? 1000 പേജ് അടങ്ങുന്ന ഒരു ഫയലാണല്ലോ. 1000 പേജ് അതായത് പുറത്തു വിട്ടതൊക്കെ 3 ലക്ഷം. പക്ഷെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം കേട്ടോ, അതായത് പിന്നെ ഇപ്പൊ അവിടുത്തെ ട്രംപ് വരെ ഉൾപ്പെട്ടൊരു ഫയല് അപ്പൊ അമേരിക്കൻ ഗവൺമെന്റ് പുറത്തു വിടാൻ കാണിച്ച ഒരു ധൈര്യമാണ് ആലോചിക്കുന്നത്. അതായത് അതാണ് ഞാൻ പറയാൻ അതിന്റെ പേപ്പർ പോയിട്ട് കഷ്ണം പോലും കിട്ടൂല. അതാണ് ഞാൻ പറയാൻ വന്നത്. അമേരിക്കയില് അത് പക്ഷെ ഒരിക്കലും നടപടികൾ നടത്തിയിട്ടുണ്ടാവില്ല. മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നടപടിയൊക്കെ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉള്ളൂ. കാരണം അത്രക്കും ഹൈ ക്ലാസ് ചെറിയ കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ കൊണ്ടുവന്നിട്ട് പറയാൻ കഴിയണില്ല, പറയാൻ പറ്റൂല. അതാണ് സംഭവം. ആ രീതിയിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ പല ടൈപ്പ് വീഡിയോസുകൾ ഈ വീഡിയോസിൽ എങ്ങനെ കിട്ടിയ സംഭവം അതൊക്കെ ആ ഫയലിലുണ്ട്. പുറത്ത് വിട്ട ഫയലിൽ വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അതേമാതിരി ഇങ്ങനെ കുറെ ഇമെയിലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ട്രംപ് ഞാൻ ഒരു വീഡിയോ കണ്ടാണ്, ട്രംപ് ഒരു കാർക്ക് പോകാൻ കേട്ടോ. അപ്പൊ അവിടെ ലേഡി നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കാർ അങ്ങനെ സംഭവം കണ്ടില്ല. പക്ഷെ ഇതുവരെ നമുക്ക് ബന്ധമുണ്ടോന്ന് അറിയില്ല. കാർ ഞാൻ വാങ്ങിക്കാനാണ് ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പൊ കുട്ടികളെ താങ്ക് യു പറഞ്ഞിട്ട് കുട്ടികളെ എടുക്കട്ടെ പറയാണ്. ആ കുട്ടികളെ അടക്കാണ് വാങ്ങി. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മനസ്സിലാണില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാല് അപ്പൊ ഇയാള് എന്താണ് ഈ ഇവരൊക്കെ വിരുന്നൂട്ടാണ്. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ പ്രൈവറ്റ് ഐലൻഡ്, എപ്സ്റ്റീൻ ഐലൻഡ്, അതിന്റെ പേരെന്താണ്? എന്താണ് ഇയാളൊരു പ്രൈവറ്റ് ഐലൻഡ് ഉണ്ട്, ലിറ്റിൽ സെന്റ് ജോസഫ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. എപ്സ്റ്റീൻ ഐലൻഡ് എന്നൊക്കെ പറയപ്പെടുന്നത്. ആ ഐലൻഡിക്കാണ് ഇവരെ ക്ഷണിച്ചു കൊണ്ടുപോകാം. ആ ഐലൻഡിൽ കൂടെ ലളിത എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇയാൾക്ക് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്. അതിൽ വരെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ടുപോകേണ്ട അവിടെ ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതായത് ചെറിയ കുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ. പക്ഷെ ഇവരൊക്കെ മെന്റാലിറ്റി ആയിരുന്നു ഇത്രയും കുട്ടികൾക്ക് ബ്രൂട്ടലിയൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു സബ്ജക്ട് സ്റ്റോപ്പ് ചെയ്യും. അതെനിക്ക് സംഭവം മനസ്സിലായി. ഇപ്പൊ നമ്മുടെ വോയിസ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വേറെ സബ്ജക്ട് പറയുന്ന വഴിയില്ല. ചെറിയ മക്കളെ പിടിച്ചിട്ട് എന്ത് ടൈപ്പ് മനുഷ്യന്മാരാണ് അല്ലെ? മനുഷ്യന്മാരെന്ന് പറയാം, മൃഗങ്ങൾ എന്ന് പറയാൻ താഴ്ന്ന നമുക്ക് പറയാൻ പറ്റൂല. എന്ത് ടൈപ്പ് ആളുകൾ അല്ലേ പറയാൻ കഴിയണില്ല. അവർ എന്ത് പേര് വിളിക്കണം എന്ന് പറയാൻ കഴിയില്ല. ഈ ചങ്ങായി ജെഫ്രി എപ്സ്റ്റീനെ അയാളെ 2008 പോലീസ് പിടിക്കുന്നുണ്ട്. സെക്സ് റാക്കറ്റിന്റെ പേരിൽ പോലീസ് പിടിക്കുന്നുണ്ട്. അതായത് ജീവപര്യന്തം ശിക്ഷയൊക്കെ വിധിച്ചിരുന്നത്. പക്ഷെ അയാൾ ഇൻഫ്ലുവൻസും അയാളുടെ പൈസയും കാര്യങ്ങളൊക്കെ അറിയില്ല. അതുകൊണ്ട് എന്താ 11 മാസം കൊണ്ട് അയാൾ പുറത്തായി. 15 മാസം കൊണ്ട് അയാൾ പുറത്തായി. പക്ഷെ പിന്നെയും 2018 അയാൾ പിടിക്കുന്നുണ്ട്. 19 പിന്നെയും പിടിക്കുന്നുണ്ട്. 19 പിന്നെയും പിടിക്കുന്നുണ്ട്. അതിന് ആ 19 പിടിച്ചതാണ് അയാള് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതൊക്കെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഫയൽസ് ഒക്കെ ഈ ഗവൺമെന്റ് പുറത്ത് വിട്ടത്. അതാണ് ഇപ്പൊ ഒരു ചർച്ചാ വിഷയമായത്. 2019 അദ്ദേഹം ജയിലിൽ വെച്ചാണ്ട്. പക്ഷെ അയാള് മരിച്ചത് അയാൾ സ്വയം മരിച്ചതാണോ കൊന്നതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതും എന്താണാവോ. കാരണം അതിങ്ങനെ സംഭവം അയാളെ ജയിലിലാക്കിയപ്പോലെ അയാളെ സഹതടവുകാരനെ അയാൾ മർദ്ദിച്ചപ്പോ അയാൾ എന്ത് ചെയ്ത് ഈ ഹൈലി സെക്യൂർ ആയിട്ടുള്ള നല്ല CCTV വിഷയത്തിലുള്ള ഒരു സെല്ലിട്ട് അയാൾ മാറ്റി. അയാൾക്ക് എപ്പോഴും വാച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷെ അയാൾ മരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഇയാളെ പിന്നെയും മറ്റേ ശ്രദ്ധിക്കുന്നത് പറ്റി.
ഇവര് പറയണത്. പക്ഷെ ആ ഒരു സെല്ലിന്റെ വെച്ച് നോക്കുമ്പോൾ അതിന് അവിടെ തൂങ്ങി മരിക്കാനുള്ള ഒരു സ്കോപ്പ് പോലും ഇല്ല. പക്ഷെ അവിടെ വെച്ച് അയാൾ തൂങ്ങി മരിച്ചെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ ആ സമയത്ത് ക്യാമറകളൊക്കെ ഇല്ലാതായി, അതിന്റെ വിശ്വാസം കട്ടായി, ആ ജീവനക്കാരെ കുറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു അയാൾ മരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വലിയ വലിയ ആളുകൾക്ക് അയാൾ മരിക്കേണ്ടത് ആവശ്യമാണ്. കിട്ടുമെന്ന്. പക്ഷെ എന്തായി, ഇയാൾ മരിച്ചതിന് ശേഷം ഇതിൽപ്പെട്ടൊരു വിക്റ്റിം, ഇതിൽ രക്ഷപ്പെട്ട ഒരു വിക്റ്റിമും അയാളെ കാമുകിക്കറില്ല. അപ്പൊ അയാളെ കാമുകിക്കല്ലേ കേസ് പറഞ്ഞു. അതില് കോടതിയിൽ സമർപ്പിച്ച 1000 പേജ് അടങ്ങുന്ന ഫയലാണ്. ഇതാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞാണ്ട്. ശരിക്കും എപ്സ്റ്റീൻ ഫയൽസ് അതാണ്. അതിപ്പോ പബ്ലിക്കായി ആ ഫയലിനാണ് പറയുന്നത് എന്തെന്നറിയില്ല. പക്ഷെ അതിലൊക്കെ 3 ലക്ഷത്തിൽ പരം ഇതുണ്ട്, പേജുകളുണ്ട്. അതേപോലെ 2000-ലധികം വീഡിയോസ്, 1,50,000-ലധികം ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് വലിയ വലിയ ആളുകളെ പേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ആ പേര് വന്നേനല്ലാതെ അങ്ങനെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്താണ് സംഭവം പേജിൽ ആ ഫയലിൽ ഉൾപ്പെട്ട പേരുകളാണ്. ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത്. നമ്മുടെ ഓരോ രാജ്യം സംരക്ഷിക്കേണ്ട അതിന്റെ നിയമം കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളുകളാണ് ഈ ചെയ്യുന്നത്. അപ്പോ ലോകം അടക്കി ഭരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അതെ, അവരൊക്കെയാണ് ഈ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇതിനൊക്കെ പറയാമെന്നും പറയാൻ കിട്ടുന്നില്ല. അത്രക്കും വെറുപ്പ് തോന്നുന്നു. ഇമെയിലുള്ള കേട്ടോ ഈ ആന്റി ഏജിങ്ങിന് വേണ്ടിട്ടേ അഡ്രീനോക്രോമോ എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു കെമിക്കൽ. അതിന്റെ ഈ കുട്ടികളുടെ രക്തത്തിൽ അവർക്ക് ഭയം ഉണ്ടാകുമ്പോൾ ഈ അഡ്രീനൽ ഓക്സിഡൈസ് ചെയ്താണ്ട് ഉണ്ടാവുന്ന ഒരു കെമിക്കൽ ആണല്ലോ. അപ്പോൾ ഈ കെമിക്കലുള്ള രക്തം കുടിച്ചാൽ ഓക്കെ ആന്റി ഏജിങ് ഉണ്ടാവും. ഈ കുറെ ആക്ട്രസ് തന്നെ ഓരോ ഇന്റർവ്യൂലും ഓരോ ഫിലിമിലൊക്കെ പോയി റിവ്യൂ ചെയ്യുന്നത് ഇവരൊക്കെ ഫിലിമാണ് നമ്മൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിപ്പോ ഇവര് കഴിക്കുന്നുണ്ടെങ്കിൽ ഓർക്ക് ചിന്തിച്ചറിഞ്ഞൂടെ അല്ലേ? അയാൾ പറഞ്ഞ അതേപോലെ ഏത് റീൽ അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും നമ്മളിതൊക്കെ ഇങ്ങനത്തെ ഓരോ വലിയ വലിയ ക്രൂരതകൾ ലോകത്ത് നടക്കുന്നു. ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ചിന്ത ബാക്കിയുള്ളവർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ യുദ്ധങ്ങളും. അപ്പൊ ആളുകൾ എങ്ങോട്ടാണ് ചിന്തിക്കുക, യുദ്ധങ്ങളിലേക്കാണ് ആളുകളെ ഫോക്കസ് പോവാ. എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ഇന്നാണ് ശരിക്കും അതിനെ കുറിച്ച് സംഭവം എന്താണ് കിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഈ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്നാണ് ശരിക്കും അതിനെ കുറിച്ച് ഈ സംഭവം അങ്ങനെ ഇതിങ്ങനെ കാണുമ്പോൾ അറിയുമ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നതും കേൾക്കുന്നതും. ഇത്രക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഇത്രക്കും വൃത്തികെട്ട ഒരു ആളുകളെ പരിപാടി ഞാൻ ഫസ്റ്റാണ് എന്റെ ജീവിതത്തിൽ ഫസ്റ്റാണ് കാണുന്നത്. അത്രക്കും വൃത്തികെട്ട ജന്മങ്ങളല്ലേ? ചെറിയ മക്കളെ ചെറിയ വയസ്സാണ്, 6 വയസ്സ് 10 വയസ്സ് ഇങ്ങനെ ചെറിയ പ്രായത്തിലുള്ള മക്കളെ വെച്ചിട്ടാണ് ഇവർ വൃത്തികെട്ട ജന്തുക്കൾ, എന്താണ് പറയാ, മൃഗങ്ങൾക്ക് അതിനേക്കാൾ ബഹുമാനം കൊടുക്കാൻ പറയാൻ പറ്റൂല. കാരണം അത്രക്കും വൃത്തികെട്ട ജന്മങ്ങളാണ് ഈ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിനൊന്നും വേറെ ഒന്നും പറയാനില്ല.